നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ എ പെൻഷനേഴ്സ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരു നായർ സമുദായത്തിലെ ഒരു അംഗം കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഏതാണ്ട് 62 വർഷമായി. 1960 മുഖ്യമന്ത്രിയായ പട്ടം താണുപിള്ളയാണ് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക നായർ സമുദായം. ഇടതുപക്ഷത്തിൽ നിന്ന് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നായർ ഈശ്വരവിശ്വാസിയല്ലായിരുന്നു, NSSലെ അംഗവുമായിരുന്നു തോന്നുന്നില്ല. ഇൻ എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ നായർ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഏതാണ്ട് 62 വർഷമായി. ഇപ്പോഴാണ് ഒരു നായർ സമുദായത്തിലെ ഒരു അംഗം പി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പി.ഡി. സതീശൻ നല്ല എനർജി ലെവലുള്ള നേതാവാണ്, നല്ല മിടുക്കനായ നേതാവാണെന്ന് കേരളത്തിലെ എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്നുണ്ട്. നായർ സമുദായത്തിലെ അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായങ്ങളിലെ അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ഈഴവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഈ നായന്മാരുടെ മൂപ്പിൽ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി കലിതുള്ളി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വെളിച്ചപ്പാടിനെ പോലെ തുള്ളി പെരുന്നു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇയാള് നല്ല നായരല്ല, എക്സ്പീരിയൻസ് ഉള്ള നായരല്ല, മുഖ്യമന്ത്രിയാകാൻ എക്സ്പീരിയൻസ് ഉള്ള നായരല്ല, അതുകൊണ്ട് ഇയാളെ മുഖ്യമന്ത്രിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളാണ് മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ ഞാൻ വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടും, ഹിന്ദു നായർ ഐക്യമുണ്ടാക്കും, വേണമെങ്കിൽ ആ ഐക്യത്തിൻ്റെ പേരിൽ ഞാൻ വീണ്ടും LDF വോട്ട് ചെയ്യും. ഇയാൾ 24 കാരറ്റ് നായരല്ല. 24 കാരറ്റ് നായന്മാർ വേറെ കോൺഗ്രസിലുണ്ട്, അവരെ മുഖ്യമന്ത്രിയാക്കണം. ഇയാളെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം സതീശിനെ മൂടടക്കം പ്രാകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ പ്രാക്കലൊക്കെ കഴിഞ്ഞിട്ട് 2-3 മാസങ്ങളായി. പക്ഷെ അത് കഴിഞ്ഞ് സതീശന് വെച്ചടി കയറ്റമാണ്. മനോരമ ചാനൽ നടത്തിയ ന്യൂസ് മേക്കർ മത്സരത്തിൽ അദ്ദേഹം ഈ വർഷത്തെ 2025 ന്യൂസ് മേക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. മനോരമ ചാനലിലെ 10,000 ആൾക്കാർ വോട്ട് ചെയ്താണ് അത് സെലക്ട് ചെയ്തത്. രണ്ടാമത്, പല പത്രങ്ങളും ഇപ്പോൾ അഭിപ്രായ സർവേ നടത്തുന്നുണ്ട്. അതിൽ ആരാണ് കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, അതിലും 10,000 ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. അതിലും ഏതാണ്ട് 29% പേരും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് സതീശൻ്റെ പേരാണ്. ഏതാണ്ട് 24% പേരെ പിണറായിയുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത്ഭുതമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പഴയ നേതാവ് മണിശങ്കർ അയ്യർ, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തനായ വിമർശകനാണ്. അദ്ദേഹത്തെ ഒരു കൺവെൻഷൻ പ്രോഗ്രാമിന് വേണ്ടി കച്ചകെട്ടിച്ച് കോൺഗ്രസ് എല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ഈയിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പുള്ളി കോൺഗ്രസിനെ നാഷണൽ ലെവലിലുള്ള കോൺഗ്രസിനെ മൂടടങ്കം വിമർശിച്ചു. അതേസമയം പിണറായിയെ വളരെയധികം പ്രശംസിച്ചു. പിണറായിയുടെ ഭരണം വളരെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും നല്ല സോഷ്യലിസ്റ്റ് നേതാവ് സതീശനാണ് എന്നുകൂടെ പറഞ്ഞു. ഇത് കേട്ടിട്ട് സത്യം ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കിടിച്ചു പോയി. ഇനി അദ്ദേഹത്തിനെതിരെ റൊട്ടേഷൻ ടീമിനെ അയക്കുമോയെന്ന് അറിയില്ല. ഇങ്ങനെ ഈ നമ്മുടെ മൂപ്പിൽ നായരുടെ വിമർശനം കഴിഞ്ഞ് സതീശിന് അടിക്കടി മുന്നോട്ടുള്ള കയറ്റമാണ്. അതേസമയം സുകുമാരൻ നായർക്ക് അടിക്കടി താഴോട്ടുള്ള ഇറക്കവുമാണ്. അദ്ദേഹം ഈ സതീശിനോടുള്ള പകയിൽ വെള്ളാപ്പള്ളിയുടെ കെണിയിൽപ്പെട്ടുപോയി. വെള്ളാപ്പള്ളിയുടെ ഉപദേശമനുസരിച്ച് സതീശിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരു നായർ ഈഴവ ഐക്യമുണ്ടാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. പക്ഷേ അതിൻ്റെ അബദ്ധം വിവരമുള്ള നായന്മാർ മനസ്സിലാക്കി അവരെ ആ തീരുമാനത്തിൽ നിന്ന്
സുകുമാരൻ നായരുടെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറകോട്ട് വലിച്ചു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പെരുന്നയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മുണ്ടൂരി അദ്ദേഹത്തെ ഇങ്ങനെ കൗവീനധാരിയായി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെച്ചടി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സുകുമാരൻ നായർ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ മിക്കവാറും അവർക്ക് നാശമായിട്ടാണ് വരുന്നത്. ഒരു 10 വർഷം മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ പെരുന്നയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും അദ്ദേഹം അത് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ സ്ഥാനാർത്ഥി 24 കാരറ്റ് നായറാണെന്ന് മനസ്സിലാക്കി. പുള്ളിക്ക് ഈ നായരിൻ്റെ പ്യൂരിറ്റി അളക്കാനുള്ള യന്ത്രമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മാണി സാറിന് നോട്ടെണ്ണാനുള്ള യന്ത്രമുള്ളപ്പോൾ ഇദ്ദേഹത്തിന് നായരുടെ പ്യൂരിറ്റി അളക്കാനുള്ള യന്ത്രമുണ്ട്. ആ യന്ത്രം വെച്ച് പരിശോധിച്ചപ്പോൾ ഈ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി 24 കാരറ്റ് പ്യൂറാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി സജീവമായിട്ട് നമ്മുടെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തണമെന്ന്. ഏതായാലും ഇങ്ങേരുടെ നിർദ്ദേശം കൊണ്ട് അവർ പ്രചരണം നടത്തിയില്ലയോ എന്നറിയില്ല. ഏതായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി 8 നിലയ്ക്ക് പൊട്ടി. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും പിറകിൽ 3ാമതായിട്ടാണ് ആ സ്ഥാനാർത്ഥി നിന്നത്. അപ്പോൾ ഈ കരയോഗംകാരുമൊക്കെ എത്രമാത്രം ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇതിലൊരു കാര്യം, എൻ്റെ സുകുമാരൻ കൊച്ചേട്ടൻ എന്തിനാണ് ഈ സതീശനോട് ഇത്ര വാശി പിടിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ആരുടെയും ചന്തി താങ്ങാതെ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് സ്വന്തമായിട്ടുള്ള മെറിറ്റ് കൊണ്ട് മുന്നോട്ട് വന്നൊരു നായരല്ലേ അങ്ങേർക്ക് ഈ ചന്തി താങ്ങുന്ന നായന്മാരെയും ചെന്നിത്തലയൊക്കെ അങ്ങനെ വന്നതല്ല. ചെന്നിത്തല ശരിക്ക് കരുണാകരൻ്റെ കോണകൻ കഴുകി നേതാവായ ആളാണ് ചെന്നിത്തല. NSSലും പ്രസിഡൻ്റായിട്ടുള്ള 1-2 പേരൊക്കെ അങ്ങനെ പഴയ പ്രസിഡന്റുമാരുടെ കോണാൻ കഴുകിയാണ് വന്നിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, പോട്ടെ. ഏതായാലും സ്വന്തം മെറിറ്റ് കൊണ്ട് നേതാവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ വളരെ പരന്ന വായനയുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെപ്പറ്റി നല്ല വിവരമുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള നേതാവുമാണ്. അദ്ദേഹം MSW സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയിട്ടുള്ള നേതാവാണ്. അത് കഴിഞ്ഞ് LLBയും LLM എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പോരെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ വിദ്യാഭ്യാസം? നല്ല 1-ാം തരം പ്രാസംഗികനാണ്, പൊതുവേദിയെ ത്രസിപ്പിക്കുന്ന പ്രാസംഗികനാണ്. അതുപോലെ തന്നെ അസംബ്ലിയിൽ നല്ല ഉജ്ജ്വലനായ പ്രതിപക്ഷ നേതാവാണെന്ന് അദ്ദേഹം 5 വർഷം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. അതും ഒരു നല്ല പ്രസാദചിത്തനായിട്ടുള്ള ഒരു നേതാവാണ്. അല്ലാതെ ഈ താങ്കളുടെ മുഖം പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ LDFിലെ നേതാക്കന്മാരുടെ മുഖം പോലെ ഒരു തരം വക്രിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമല്ല. അത് ഒരു പ്രസാദചിത്തതയുള്ള മുഖമാണ് ഒരു നേതാവിനും ഒരു മനുഷ്യനും ആദ്യം ഉള്ളത്. അത് അദ്ദേഹത്തിനുണ്ട്. ഇത്രയൊക്കെയുള്ള കഴിവുകൾ പോരെ ഒരു മുഖ്യമന്ത്രിയാകാൻ? പിന്നെ അങ്ങ് പറയുന്ന പോലെ പുള്ളി പെരുന്നേൽ വന്ന് അങ്ങയുടെ കാല് തിരുമ്മിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കാല് തിരുമ്മി എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് അയാൾ അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിലെ ഒരു കാൻഡിഡേറ്റ് മാത്രമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് അദ്ദേഹം 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവാണ്. UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ആ പൊസിഷൻ എന്ന് പറയുന്നത് NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പദവിയെക്കാട്ടിലും കുറച്ച് മുകളിലാണ്. അതുകൊണ്ട് ആരും അങ്ങനെയുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാളും ഇങ്ങനെ സമുദായ നേതാക്കന്മാരുടെ കാല് തിരുമാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കൊന്നും അയാളെ ക്ഷണിച്ചുകൂടായിരുന്നു? അയാൾ ക്ഷണിച്ചു വന്നിരുന്നെങ്കിൽ അയാൾ അവിടെ വരുമായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ കാലം തിരുമ്പി തരുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കും, ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളെ തിരുമേനിമാരെ പുള്ളിയെ ക്ഷണിച്ചു. പുള്ളി പോയി ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ബൈബിളിനെ പറ്റി അഗാധമായുള്ള അദ്ദേഹത്തിൻ്റെ നോളജ് അദ്ദേഹം തെളിയിച്ചു. മുസ്ലിങ്ങൾ അവർ വിളിച്ചു. അവരുടെ യോഗത്തിലും പോയി ഖുറാനെ പറ്റിയൊക്കെ നല്ല ഡെപ്തിലുള്ള നോളജാണ്.
ഇതൊക്കെ തെളിയിച്ചു. നിങ്ങൾ വിളിച്ചിരുന്ന അവിടെ വന്ന് മഹാഭാരതത്തെപ്പറ്റി രാമായണത്തെപ്പറ്റി നല്ല ഡെപ്തിലൊരു പ്രസംഗമൊക്കെ പുള്ളി കാച്ചുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ 10-18 വർഷമായിട്ടൊരു കേരളത്തിലെ ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവല്ലേ, നിങ്ങൾക്ക് ഈ ബൈബിളിനെ പറ്റിയോ ഇതിനെപ്പറ്റിയോ ഖുറാനെ പറ്റിയോ ഒരു 5 സെൻറ്റൻസ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് ആ വായനയില്ല. അവർ നല്ല വായനയുള്ള നല്ല വിവരമുള്ള ഒരു നായർ അംഗം താക്കോൽ സ്ഥാനത്തേക്ക് വരുമ്പം നിങ്ങൾ അതിനെതിരെ കോടാലിയുമായിട്ട് നിൽക്കുകയാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് എനിക്ക് പറയാനുള്ളൂ.